2006 ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ നടത്തിയ രൂക്ഷമായ ആക്രമണമാണത്. ദക്ഷിണ ലെബനനിൽ ഇസ്രായേൽ തിങ്കളാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇത്രയധികം പേർ കൊല്ലപ്പെട്ടത്. തെക്കൻ ലെബനനിലെയും ലെബനൻ പ്രദേശത്തിനുള്ളിലെ ബക്കയിലെയും ഏകദേശം 800 ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം പറയുന്നു. ലെബനനിലേക്ക് കരമാർഗം കടന്നുകയറാനും ഇസ്രായേൽ സൈന്യം സജ്ജമായി നിൽക്കുകയാണ്. ലെബനന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിച്ചതായി ഇസ്രായേലി പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചു. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് സമീപത്തുള്ള ജനങ്ങൾ എത്രയും വേഗം ഒഴിയണമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നടത്തിയത്. സുരക്ഷിത മേഖലയിലേക്ക് ഒഴിയാൻ സാവകാശം കിട്ടും മുൻപേ യുദ്ധവിമാനങ്ങൾ താഴ്ന്ന് പറന്നാക്രമിച്ചു. ബെയ്റൂട്ടിന് കീഴിലുള്ള ബെഖ താഴ്വരയും ഉടൻ ആക്രമിക്കും. ഹമാസിനെ പിന്തുണച്ച് വടക്കൻ ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിവരികയാണ് ഹിസ്ബുള്ള. തെക്കൻ ലെബനനിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ തെക്കൻ ലെബനനിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്. ബെയ്റൂട്ടിലേക്കും പ്രധാന ഹൈവേ തടസ്സപ്പെട്ടു. വ്യോമാക്രമണത്തിൽ 1240-ലധികം പേർക്ക് പരിക്കേറ്റതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഹിസ്ബുള്ള മൂന്നാമത്തെ കമാൻഡായ അലി കരാക്കയെ ലക്ഷ്യമിട്ടായിരുന്നു ബെയ്റൂട്ടിലെ ആക്രമണമെന്ന് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറഞ്ഞു. ഹിസ്ബുള്ള തീവ്രവാദി സംഘം ആയുധങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേലി സൈന്യം ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ള ഇസ്രായേലിലെ 5 ആക്രമണങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. വെള്ളിയാഴ്ച തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഫോഴ്സ് കമാൻഡർ ഇബ്രാഹിം അഖിൽ ഉൾപ്പെടെ 39 പേർ കൊല്ലപ്പെടുകയും 3000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലെബനനിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ പേജർ വോക്കി ടോക്കി കൂട്ടപ്പൊട്ടിത്തെറിക്ക് പിന്നാലെ ആക്രമണം ശക്തമാക്കുകയും ചെയ്തു. ഇതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത്. ഇസ്രായേലിനെതിരെ തുറന്ന യുദ്ധത്തിന് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല ഉത്തരവിട്ടേക്കും. ആയുധവും പരിശീലനവും നൽകുന്ന ഇറാൻ ഹിസ്ബുള്ളയ്ക്കൊപ്പം ചേർന്നാൽ മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കും. ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള തിരിച്ചടി ശക്തമായിരിക്കുകയാണ്. ഗലീലയിലെ സൈനിക പോസ്റ്റിനും ഹൈവേയിലെ സൈനിക സംവിധാനങ്ങൾക്കുമെതിരെ ഉണ്ടായ റോക്കറ്റ് ആക്രമണത്തിന്റെയും ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തു. എന്നാൽ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ഇതുവരേക്കും ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.